ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായി ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഷാനിയാണ്. അതെ മച്ചാനെ, അവരിങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതെ, അവൾ ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതെ, ഒറ്റയ്ക്ക്. ആദർശ് ഗേറ്റിന് മുന്നിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദർശ അങ്ങോട്ടേക്ക് ഇതേ ആകർഷിന് പണി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ് ഇപ്പം മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ടാക്കി ധ്രുവൻ. അപ്പോൾ വേണ്ട വേണി നേരെ മേളിലേക്ക് കയറി ചെല്ലുകയാണ്. ബോധം കെട്ട് കിടക്കുകയാണ് ശിവരഞ്ജിനി. അവൻ നേരെ ചെന്നു രഞ്ജു രഞ്ജു എന്ന് വിളിച്ചു. ഇതെന്താ വാതിലൊക്കെ തുറന്നിട്ടുള്ള പരിപാടിയാണല്ലോ, ഇതെന്താ സംഭവം? അപ്പോൾ വാതിലൊക്കെ ഒരു അനക്കമൊന്നും കേൾക്കണമില്ല. ഇതെവിടെയാണാവോ? രഞ്ജു, ശിവരഞ്ജിനി എന്ന് വിളിച്ചു. എന്നിട്ടും ഒരു അനക്കവും ഇല്ല. അവസാനം ദേണ്ടി ഇവനിവിടെ മുറിക്കകത്ത് പോയി ഒളിച്ചു നിൽക്കുക. ശോ, ഇപ്പം എന്താ ചെയ്യാം? ഇനിയിപ്പോൾ ചിലപ്പോൾ ആളിവിടെ ഉണ്ടാവില്ലേ? അതോ ഇങ്ങനെ അല്ല, ആളിവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ഡോർ ലോക്ക് ചെയ്തിട്ടില്ലേ പോവുള്ളൂ. അല്ലാതെ പിന്നെ എവിടെ പോനാ? എന്തായാലും അകത്തേക്കൊന്ന് കയറി നോക്കാം എന്ന് പറഞ്ഞ് വേണി നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ വേണ്ട കസേരയിൽ ആളിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കി കേട്ടോ ഒന്നാൾ. എന്നിട്ട് നേരെ ചെന്നിട്ട് രഞ്ജു രഞ്ജു ഇത് എന്തൊരു ഉറക്ക കുട്ടി, ഉറക്കാണോ താന് എന്ന് ചോദിച്ചു. എവിടെ? എന്നിട്ട് നോക്കുന്നില്ല. ഇങ്ങനെ ബോധമില്ലാതെ ആരെങ്കിലും ഉറങ്ങുമോ? അപ്പം അടുത്തിരുന്നിട്ട് കുലുക്കി വിളിക്കുകയാണ്. എന്നിട്ടുമില്ല. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇതെന്താ പോലും? ഇനിയിപ്പോൾ ശരിക്കും ബോധം കിട്ടി കിടക്കുകയായിരിക്കുമോ? ആകെ പേടിച്ച് വേണി വേഗം ആദർശൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്താ വേണി? ആദർശേട്ടാ ഒന്ന് വേഗം ഇങ്ങോട്ടൊന്ന് കയറി വന്നേ. എന്താ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങളൊന്നും ഇങ്ങോട്ട് വരാനേ, വേഗം വാ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ആദർശ നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ ഈ ധ്രുവൻ മുറിക്കകത്തിങ്ങനെ നിൽക്കുകയാണല്ലോ, പെട്ടുപോയി ആള്. ഇനി എന്ത് ചെയ്യും? ആദർശ് ഇപ്പോൾ മുകളിലേക്ക് കയറി വരും. അതിനു മുൻപ് എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. അപ്പോൾ രഞ്ജു എന്ന് വിളിച്ചുകൊണ്ട് വേണി ഇവിടെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മുഖത്ത് കുറച്ച് വെള്ളം തെളിച്ചെന്ന് നോക്കിയാലോ? അപ്പോൾ വേഗം തന്നെ അവിടെ ചെന്ന് വെള്ളം എടുത്തുകൊണ്ട് വരാനായിട്ട് പോവാണ്. ഈ സമയത്ത് ധ്രുവനൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ആദർശ് വരുന്നത് കണ്ട് വീണ്ടും തിരിച്ച് ഓടി അകത്ത് തന്നെ ചാടി കയറുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെയും ശങ്കറിനെയും അതുപോലെ തന്നെ ഗംഗേനെയാണ്. അപ്പോൾ ഇവരിങ്ങനെ മേളക്കാരെ കാണാൻ വേണ്ടിയിട്ട് പോവാണല്ലോ. ഈ ഉത്സവ സമയമായ കാരണം മേളക്കാർ ഫ്രീ ആണോന്ന് അറിയില്ല കേട്ടോ ഗംഗേ. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. ഗംഗേ, നിനക്കാരെയാണ് കാണേണ്ടത്? ആദ്യം നമുക്ക് പെരുവനം കുട്ടന്മാരെ കാണാം. പിന്നെ പെരുവനം സതീശന്മാരാർ അടുത്ത് തന്നെയല്ലേ. പിന്നെ പഴവിൽ രഘുമാരാർ, കിഴക്കോട്ടാര്യന്മാരാർ, ചെറുശ്ശേരി കുട്ടന്മാരാർ. അങ്ങനെ ഒരു നീണ്ട തര തന്നെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. എല്ലാവരെയും ഇന്ന് തന്നെ കാണാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നേരെ പെരുവനത്ത് തന്നെ വിടാം. ബാക്കിയുള്ളവരെ നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. എന്തേ, അങ്ങനെ പോരെ? അത് മതി എന്ന് പറഞ്ഞു. ഇരിങ്ങാലയ്ക്ക് പോകുന്ന റൂട്ട് തന്നെയല്ലേ? അതെടി, ആ റൂട്ട് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി വീണ്ടും ആ കാഴ്ച കണ്ട് ഞെട്ടി വേഗം തന്നെ ആളതേ വണ്ടിയിൽ ഇറങ്ങിപ്പോവാണ്. ഗൗരി, എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. ഗൗരി നോക്കിയ പോലുമില്ല. ശങ്കു, ഗൗരിക്ക് എന്താ പറ്റിയത്? അറിയില്ല, അന്തവും കുന്തവും ഇല്ലാണ്ട് കുറച്ചു നേരമായി നടപ്പ് തുടങ്ങിയിട്ട്. എന്താണാവോ? അപ്പോൾ ശങ്കറിന് ഒന്നും മനസ്സിലായില്ല കേട്ടോ. പിന്നെ കാണുന്നത് വേണിനെയും ആദർശിനെയാണ്. അപ്പോൾ ആദർശ് വന്ന് മുഖത്തിങ്ങനെ വെള്ളം തളിക്കുകയാണ്. എന്നിട്ടും ആളെണീറ്റില്ല. രഞ്ജു, ശിവരഞ്ജിനി എന്നൊക്കെ വിളിച്ചു. വേണി, ദേ രഞ്ജുവിന് അനക്കൊന്നുമില്ലല്ലോ, ആ വെള്ളം ഇങ്ങോട്ട് തന്നേ മനുഷ്യ എന്ന് പറഞ്ഞ് വേണി വാങ്ങിച്ചിട്ട് കുറച്ച് കൂടുതൽ അങ്ങോട്ടേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇതേണ്ട ആളൊന്ന് പെട്ടെന്ന് ഞെട്ടി. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ദേ അനങ്ങുന്നുണ്ട് കേട്ടോ, കണ്ണ് തുറക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ രഞ്ജു കണ്ണ് തുറന്നു. അപ്പോൾ കണ്ണ് തുറന്നിട്ട് വേഗം ആദർശേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോഴത്തേനും വേണിക്ക് ദേഷ്യം വന്നു. എന്നിട്ട് പിടിച്ച് മാറ്റി. രഞ്ജു, ഓക്കെ റിലാക്സ്. എന്താ രഞ്ജു തനിക്ക് പറ്റിയത് എന്ന് ചോദിച്ചു. ദാ രഞ്ജു, ഇത് വേണി, കൃഷ്ണവേണി. പിന്നെ വേണിക്ക് തന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു. അതെ രഞ്ജു, എന്തിട്ടാ സംഭവിച്ചത് എന്ന് ചോദിച്ചു. ആകെ വെപ്രാളം പിടിക്കുക. എന്താ രഞ്ജു, എന്തോ കണ്ടു പേടിച്ചതുപോലെ ഉണ്ടല്ലോ. എന്താ? അതല്ലേ വേണി? രഞ്ജു, എന്താ കാര്യമെന്ന് വെച്ചാൽ താൻ പറയാം. എന്താ സംഭവം എന്ന് ചോദിച്ചത് കേട്ടില്ലേ? അത് ഞാനിതിപ്പോൾ എങ്ങനെയാ പറയാന്നാ? വായി കിടക്കണം നാവുകൊണ്ട് അങ്ങോട്ട് പറയാ, അല്ലാണ്ടെന്താ? ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ചിലപ്പം അതൊരിക്കലും വിശ്വസിക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയാതിരിക്കണത് എന്ന് പറഞ്ഞു. അതെ,
ആദ്യം എന്തിട്ടാ സംഭവം എന്നൊന്ന് വിളിച്ചു പറയേ. വിശ്വസിക്കണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് പിന്നീട് ആലോചിച്ചാൽ പോരെ. രഞ്ജു, താൻ ധൈര്യമായിട്ട് അങ്ങ് പറയേ, എന്താ പ്രശ്നം? ആദർശേട്ടാ, ഞാൻ പ്രേതത്തിനെ കണ്ടു എന്ന് പറഞ്ഞു. എന്താ ഇവളീ പിച്ചും പെയ്യും പറയണ പോലെ പറയണതെന്ന് ഓർത്ത് ഇവർ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് എന്താന്ന്. അവൻ എന്നെ തേടി ഇവിടെ വന്നു, ഞാൻ കണ്ടു അവനെ. അവൻ ഇപ്പോഴും പോയിട്ടില്ല, എന്നെ ചുറ്റിപ്പറ്റി തന്നെ അവനുണ്ട്, അത് ഉറപ്പാ. അവൻ്റെ ആത്മാവ് ഇവിടെയൊക്കെ തന്നെയുണ്ട് എന്ന് പറഞ്ഞു. എന്താ ഈ സംഭവം? അപ്പോൾ ഇവരിങ്ങനെ നോക്കുകയാണ്, ഇതെന്താ ഇവളീ പറയണത് എന്ന്. അപ്പോൾ അകത്ത് നിന്ന് ധ്രുവൻ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ്. എൻ്റെ ആദർശേട്ടാ, ഈ രഞ്ജു എന്തൊക്കെയാണ് പറയണത്? ആര് വന്നു എന്നാ ഇവളീ പറയണത്? അവൻ വന്നു, അവൻ തന്നെ. അവൻ്റെ ആത്മാവ് എന്നെ തേടി എന്തിനായിരിക്കും വന്നിരിക്കുക? ഞാൻ അവനോട് 100% സിൻസിയറായിട്ടായിരുന്നല്ലോ. പിന്നെ അവനല്ലേ എന്നെ ചീറ്റ് ചെയ്തത്. എന്നിട്ട് പിന്നെ അവനെന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തിനാ വന്നത്? അതെ ആദർശേട്ടാ, അവൻ ഇവിടെയോ ഏതോ ഒരു റൂമിൽ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഉറപ്പായിട്ടും ഇവിടെ ഇരിപ്പുണ്ട്, എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ പറയണത് നിങ്ങൾക്കെല്ലാവർക്കും ഒന്ന് വിശ്വാസം വരുന്നില്ലല്ലേ? അവനെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. അവൻ ഇവിടെ തന്നെയുണ്ട്. രഞ്ജു കൂൾ, താനൊന്ന് ശാന്തയാകുക എന്ന് പറഞ്ഞു. പക്ഷെ ആൾ പേടിച്ച് വരണ്ടു പോയതാണ്. ശിവാനിയുടെ വാക്ക് കേട്ട് ഇനി ആദർശ് വീട് പരിശോധിച്ചാൽ ആനാകെ കുരുക്കിലാവൂലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നോർത്ത് ധ്രുവൻ വെപ്രാളം പിടിക്കുക. ആദർശേട്ടാ പ്ലീസ്, എന്നെ ഒന്ന് വിശ്വസിക്കുക ആദർശേട്ടാ എന്ന് പറഞ്ഞു. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് നോക്കണം, അവൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. ആദർശേട്ടാ, നമുക്കേ ഈ വീടൊക്കെ എന്താണെങ്കിലും ഒന്ന് പരിശോധിച്ചിട്ട് പോവാം, ഈ കുട്ടിയുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടെങ്കിലും. എടാ രഞ്ജു, താനൊന്ന് സമാധാനപ്പെട്, ഈ വീട്ടിലും റൂമൊക്കെ പരിശോധിച്ചാൽ പോരെ? എന്താണെങ്കിലും പരിശോധിക്കാം, താനൊന്ന് കൂളാവ് എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, വേണി ഒരു കാര്യം ചെയ്യുക, ഇവിടെ ആകെ പേടിച്ചിരിക്കുക, നീ രഞ്ജുവിൻ്റെ അടുത്തിരിക്കുക, ഞാൻ ഇവക്കൊരു കോഫി ഉണ്ടാക്കിയിട്ട് വരാം. ആദർശേട്ടാ, കോഫിയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം കേട്ടോ. വേണ്ട വേണി, രഞ്ജുവിനോട് സംസാരിക്കുക, ഞാനുണ്ടാക്കിക്കൊണ്ടുവരാം, അവളെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാം, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ആദർശ് അപ്പുറത്തേക്ക് അങ്ങ് പോയി കേട്ടോ. അപ്പോൾ വേണി ഇങ്ങനെ നിൽക്കുകയാണ്, വേണ്ട മുഖത്തേക്ക് നോക്കിയിട്ട്. രഞ്ജു ആകെ പേടിച്ച് വരണ്ടിങ്ങനെ നിൽക്കുകയാണ്. ഈ കുട്ടി എന്തായിരിക്കും? ആരുടെയും കണ്ണിപ്പെടാതെ എങ്ങനെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടും എന്നോർത്ത് ധ്രുവൻ വെപ്രാളം പിടിക്കുന്നു. അപ്പോൾ ഗൗരി നടന്ന് വന്ന് ആ കാഴ്ച കണ്ടു കേട്ടോ. നമ്മുടെ മിഥുൻ്റെ കൂടെ ഒരു പെൺകുട്ടിയും. അപ്പോൾ ഇത് കണ്ടിട്ട് ശങ്കർ പുറകെ വരുവാണ്. ഗൗരി, നീ എന്താ ഗൗരി കാണിക്കണത്? നീ ആരെയും നോക്കണത് എന്ന് ചോദിച്ചു. ശങ്കർ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പരിചയമുള്ള ഒരാളെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു എന്ന്. അത് തന്നെയാണെന്ന് എനിക്ക് സംശയമുണ്ട്. എൻ്റെ സംശയം ശരിയാണ് എങ്കിൽ, അത് അവൻ തന്നെയാണ് എങ്കിൽ എൻ്റെ കുടുംബത്തിന് ഒരു വലിയൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. എൻ്റെ ഗൗരി, നീ എന്തൊക്കെ നട്ടപ്പാന്തരാണ് വിളിച്ചു പറയുന്നത് എന്ന് ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. ഈ പാതിരാത്രി നീ ഇവിടെ ആരെയാ കണ്ടതെന്ന് വെച്ചാൽ നീ ഒന്ന് തെളിച്ച് പറ. അത് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും നമ്മുടെ മിഥുനെ കണ്ടു കേട്ടോ. ദേ അങ്ങോട്ട് നോക്കിയേ ശങ്കർ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം ശങ്കറും ആ കാഴ്ച കണ്ടു കേട്ടോ. അപ്പം മനസ്സിലായി, അതേ മിഥുൻ തന്നെ. മിഥുനും ഒരു പെൺകുട്ടിയും കൂടി തിന്നാണ് ചായ കുടിക്കുകയും അതുപോലെ തന്നെ അവർ കുശലം പറയുകയും ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യാണ്. അപ്പം ഞെട്ടിപ്പോയി നമ്മുടെ ശങ്കു. എൻ്റെ വടക്കുന്നതാ എന്തായി കാണുന്നത്? ഗൗരി, ഇത് നമ്മുടെ ആരതിമോളുടെ ഡോക്ടറല്ലേ? അത് മിഥുനെ തന്നെയാണോ കണ്ടതെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നോ. അതാ ഞാൻ കുറേ നേരമായിട്ട് ഞാൻ നോക്കിക്കൊണ്ട് വന്നത്. ഗൗരി, ഞാൻ സോറി കേട്ടോ, നിനക്ക് ഡൗട്ടാ അവനാണെന്ന് ഒന്ന് നേരത്തെ പറയണ്ടായിരുന്നോ? അത് മിഥുൻ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നോ? ഉറപ്പില്ലാത്തൊരു കാര്യം ഞാൻ എങ്ങനെയാണ് ശങ്കറിനോട് പറയുക? അപ്പോൾ ഇവരിതേ ചായയൊക്കെ കുടിച്ചിട്ട് പോവാണ്. അപ്പോൾ വേഗം തന്നെ അവനും അവളോട് അങ്ങ് പോയി. ഗൗരി, ലക്ഷണം കണ്ടിട്ട് ആ ഡോക്ടർ ചുള്ളൻ നമ്മളെ കണ്ടു എന്നാണ് തോന്നണത്. അതാ അവനെ എസ്കേപ്പ് ആയത് കേട്ടോ. ഇല്ല, മിഥുൻ നമ്മളെ കണ്ടിട്ടില്ല. അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ജസ്റ്റ് മിസ്സായല്ലോ. പാവമായിരുതി, മിഥുൻ ഇങ്ങനെ ഒരാളാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഗൗരി, ഇത് ഇപ്പം തന്നെ ആരതിമോളെ സത്യങ്ങളെല്ലാം അറിയിക്കണം. നീ ഇപ്പം ആരതിമോളെ വിളിക്കണം. എന്നിട്ട് അവളോട് വീഡിയോ കോളിൽ മിഥുനോട് സംസാരിക്കാൻ പറയണം. അവൻ ആ പെണ്ണിൻ്റെ കൂടെയല്ലേ? അവൻ വീഡിയോ കോളിൽ വരില്ലല്ലോ. അതേന്നേ, അത് തന്നെയാണ് നമ്മളെ ആവശ്യവും. നീ ഒരു കാര്യം ചെയ്യുക, വീഡിയോ കോളിൽ വരാൻ ആരതി പറയുമ്പോൾ അവൻ അതിന് എന്തെങ്കിലും കാരണം കണ്ടെത്തി അവൻ ഒഴിഞ്ഞു മാറും. അവൻ ഫ്രീ അല്ല എന്നും ഹോസ്പിറ്റലിൽ നല്ല തിരക്കുണ്ടെന്നും പറയും. അതുകൊണ്ട് അപ്പോൾ അവനും ആ പെൺകുട്ടിയും തമ്മിൽ നിൽക്കുന്ന ഫോട്ടോ നമ്മൾ ആരതിക്ക് അയച്ചു കൊടുക്കും. അതിന് അങ്ങനൊരു ഫോട്ടോ നമ്മുടെ കയ്യിലില്ലല്ലോ ശങ്കർ.
നീ ആദ്യം ആരതിയെ വിളിച്ച് ഈ വീഡിയോ കോൾ വിളിക്കാൻ പറയ. ആ ഗ്യാപ്പിൽ അവനെയും അവൻ്റെ കൂടെയുള്ള പെണ്ണിനെയും നമ്മളങ്ങോട്ട് പൊക്കും. നീ എന്താ തേങ്ങ ആലോചിക്കണത്? വേഗം ലേറ്റ് ആക്കാതെ വിളിക്ക്, ആരതി വിളിക്ക് ഗൗരിയെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗൗരിയെ വിളിക്കുകയാണ്. പിന്നെ വീണ്ടും കാണുകയാണ് നമ്മുടെ വേണീനെയും അതുപോലെ തന്നെ രഞ്ജുവിനെയും. ആകെ വിറച്ചിരിക്കുകയാണ്. ശിവരഞ്ജിനി എന്ന് വിളിച്ചു വേണി. അപ്പോഴേക്കും വേഗം നമ്മുടെ രഞ്ജു വേണിയുടെ കൈക്ക് കയറി പിടിച്ചു. എന്നിട്ട് കിടുകിടാന്ന് വിറയ്ക്കുകയാണ്. അയ്യോ, ഇതെന്താ കുട്ടിയെ, ഇതെന്താ ഇങ്ങനെ വിറയ്ക്കുന്നത് എന്ന് ചോദിച്ചു. തനിക്ക് എന്താ പറ്റിയത്, കൈയ്യൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നത് എന്ന് ചോദിച്ചു. ആദർശേട്ട ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞു. എന്താ വേണി? അതെ, നമുക്ക് പനിയൊക്കെ വരുമ്പോഴേ നമ്മളുടെ ശരീരമൊക്കെ വിറയ്ക്കല്ലേ, അതുപോലെ ഇതേണ്ടേ ഈ കുട്ടീനെ വല്ലാണ്ട് വിറയ്ക്കാണ്. നമുക്കേ പെട്ടെന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം കേട്ടോ, അല്ലെങ്കിൽ സംഗതി പ്രശ്നമാവും കേട്ടോ എന്ന് പറഞ്ഞു. നോക്കി, ഈ കൈ ഒന്ന് പിടിച്ച് നോക്കി ആദർശേട്ടാ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പിടിച്ചോളാം എന്ന് പറഞ്ഞു. ശരി. അപ്പോൾ ഇതേണ്ട കോഫിയും കൊണ്ട് ആദർശ് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇവനിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, കൈ വിറയ്ക്കുന്നുണ്ട് കേട്ടോ, ശരിക്കും പേടിച്ചു പോയി കുട്ടി. താൻ ഈ കോഫി കുടിക്കുക എന്ന് പറഞ്ഞു. അമ്മ കൊടുത്തു. അത് പതുക്കെ വാങ്ങിച്ച് കുടിക്കുകയാണ്. എന്താ, താൻ ഓക്കെ ആണോ? എങ്ങനെയുണ്ട്? അല്ല, എനിക്ക് പേടിയാവുന്നു, ഈ വീടെന്നറിയാം അവൻ്റെ മണമാണോ ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ പേടിയുണ്ടെങ്കിൽ വലിച്ചു മണത്ത് നോക്കുകയാണ്. ആദർശേട്ടാ, ഞാൻ അന്ന് തന്നെ ആ സ്പ്രേയില്ലേ, ഓർമ്മയില്ലേ ആദർശേട്ടന് എന്ന് ചോദിച്ചു. ആ സ്പ്രേയുടെ മണം അതെന്നെ വല്ലാണ്ട് അലട്ടുകയാണ്. അവൻ്റെ പ്രേതം ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞു. രഞ്ജു, ഈ ഭൂതം പ്രേതം യക്ഷി എന്നൊക്കെ പറയുന്ന ആ ഐറ്റംസ് ഉണ്ടല്ലോ ഈ ലോകത്തില്ലെന്നേ. വെറുതെ പേടിക്കൊന്നും വേണ്ട താൻ. ഇതൊക്കെ ആൾക്കാരെ ചെറുപ്പത്തിൽ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതല്ലേ. പക്ഷേ പ്രേതം ഉണ്ടെന്ന് എനിക്കിതുവരെ വിശ്വാസമായിരുന്നില്ല. പക്ഷെ എനിക്കിന്ന് വിശ്വാസമായി. ഞാൻ അവൻ്റെ പ്രേതത്തെ കണ്ടു, സത്യമാണ്. അല്ല ശിവരഞ്ജിനി, കുറേ നേരമായല്ലോ അവനെ കണ്ടു എന്ന് ഡയലോഗ് അടിക്കുന്നോ. ആരായി അവൻ? അത് മനസ്സിലായില്ലല്ലോ എന്ന് ചോദിച്ചു. രഞ്ജു കണ്ട ആരാണെന്ന് ഒന്ന് പറയേ എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശ് ഇങ്ങനെ നോക്കുകയാണ്. അല്ല രഞ്ജു, ശരിയാ, താനൊന്ന് തുറന്ന് സംസാരിക്കുക. ആരെയാ താൻ കണ്ടത്? മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞാൽ തനിക്കത് വലിയ ആശ്വാസമാവില്ലേ? എന്താ അത്? പിന്നെ ആദർശേട്ടാ, ഞാൻ ഒരാളുമായിരുന്നു, ഞാൻ പ്രേമത്തിലായിരുന്നു. ആ ബന്ധം ബ്രേക്കപ്പായി. ആ വിവരങ്ങളൊക്കെ ഞാൻ ആദർശേട്ടനോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഉണ്ട്. അതുകൊണ്ട് പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ ആദർശനോട് പറയാത്ത ഒരൊറ്റ കാര്യമുണ്ട് എന്ന് പറഞ്ഞു. അയാൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഞാൻ പ്രണയിച്ച ആ പുരുഷൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ അത് അവനെയാണ് ഇന്ന് കണ്ടത് എന്ന് പറഞ്ഞു. മരിച്ചുപോയ അവനെ ഞാൻ എങ്ങനെയാണ് കണ്ടു കഴിഞ്ഞാൽ പേടിക്കാതിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ കാര്യം മനസ്സിലായിട്ടോ. ഇവരെല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കുകയാണ്. ഇങ്ങനെ ഇതെന്ത് ഈ രഞ്ജു ഈ പറയണത് എന്നോർത്തിട്ട്. ചിലപ്പോൾ അവൻ എന്നെ കാണാൻ വന്നത് അവൻ്റെ ലോകത്തേക്ക് എന്നെയും കൂട്ടിക്കൊണ്ട് പോകാനായിട്ടായിരിക്കുമോ ആദർശേട്ടാ എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നു ശിവരഞ്ജിനി, ഇമ്മാതിരി മണ്ടത്തരങ്ങളൊക്കെ എനിക്ക് വെറുതെ തോന്നുന്ന കേട്ടോ എന്ന് പറഞ്ഞു. മരിച്ചു പോയ ആൾക്കാരൊക്കെ മരിച്ചുപോയി. അതെ, അവരെ ഉണ്ടല്ലോ തിരിച്ചു വരണ പ്രശ്നമില്ല. അതാദ്യം മനസ്സിലാക്കി താനൊന്ന്. നമ്മുടെ സ്വപ്നത്തിൽ ഇങ്ങനെ തോന്നിപ്പിക്കണതാ. അതെന്നെ എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നോ, നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് തോന്നും, അത്രയൊക്കെ ഉള്ളൂന്നേ. സിമ്പിൾ കാര്യം എന്ന് പറഞ്ഞു. മരിച്ചു പോയവർ തിരിച്ചു പോയി വരുമോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അവൻ വന്നു എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നാദർശേട്ടാ, ഇത് നല്ലൊരു ഡോക്ടറെ കാണിക്കേണ്ട കേസാട്ടോ. സാധാരണ ഡോക്ടറല്ല കേട്ടോ, നമ്മുടെ ഈ മണിച്ചിത്രത്താഴിലെ സണ്ണി ഡോക്ടറില്ലേ, അതുപോലത്തെ ഡോക്ടറെ കാണിക്കണ്ട കേട്ടോ. എനിക്ക് ഭ്രാന്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടുമില്ല. ഇതൊന്നും എൻ്റെ തോന്നലൊന്നുമല്ല. ഞാൻ അവനെ കണ്ടത് തന്നെയാണ്. മരിച്ചുപോയ നിൻ്റെ കാമുകനെ കണ്ടെന്നോ? കണ്ടു, സത്യവാ. പ്രേതം സത്യമാണോ മിഥ്യയാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ അവനെ കണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞ് ഇവളിങ്ങനെ തർക്കിക്കുകയാണ്. എൻ്റെ പൊന്നാദർശേട്ടാ, ഇതൊരു പിരിയൊന്നുമല്ല കേട്ടോ, ഇത് ഫുള്ള് കംപ്ലീറ്റ് പിരി ഇളകി കിടക്കാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ വേണി ഡോക്ടർക്ക് നല്ല പണിയായിരിക്കും കേട്ടോ ഇത് ശരിയാക്കി എടുക്കാൻ. അപ്പോൾ വേഗം വേണിയെ ഒന്ന് നോക്കി. എൻ്റെ അമ്മോ, ഇതെന്താ നോക്കണത്?
കണ്ടാൽ തന്നെ പേടിച്ചു പോലോ. ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിലേ സത്യം പറഞ്ഞാൽ നാഗവല്ലി തന്നെ നോക്കണ പോലുണ്ട്. രഞ്ജു, താനൊന്ന് പ്ലീസ്, താനൊന്ന് റിലാക്സ്ഡ് ആവ്, ആദ്യം താൻ അതൊന്ന് ചെയ്യ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഇവിടെ നിന്നിട്ട് ധ്രുവൻ ഇങ്ങനെ കൈ വെച്ചതും അവിടെ ഇരുന്ന ഒരു ഫ്ലവർ വൈസ് നേരെ തട്ടി താഴെ ചടിക്കുകയാണ്. അപ്പോഴേക്കും അവൻ ആകെ പേടിച്ചു പോയിട്ടോ. കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം വിശ്വാസമായോ? അവൻ്റെ പ്രേതം ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞത് വിശ്വാസമായോ? ശബ്ദം കേട്ടില്ലേ? എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ വേഗം തന്നെ വെപ്രാളം പിടിച്ചപ്പുറത്തേക്ക് മാറുകയാണ്. ആദർശം ഇങ്ങനെ നോക്കിയിട്ടോ. പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയും ഗൗരീനെയാണ്. അപ്പോൾ അതേണ്ട ആരതി നേരെ തിരിച്ചു വിളിക്കുകയാണ്. ആരതി മോളല്ലേ എന്ന് ചോദിച്ചു. അതെ. ഹലോ ആരതി, മിഥുനോട് നീ സംസാരിച്ചോ മോളെ? ആ സംസാരിച്ചു ചേച്ചി. പറഞ്ഞതുപോലെ തന്നെ വീഡിയോ കോളിലാണ് ഞങ്ങൾ സംസാരിച്ചത്. മിഥുൻ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലോ ഉണ്ടെന്നോ? അതെങ്ങനെയാണ് നിനക്ക് മനസ്സിലായത് എന്ന് ചോദിച്ചു. അല്ല മോളെ, അതിന് ഒരു സാധ്യതയില്ലല്ലോ. അല്ല മോളെ ആരതി, വീഡിയോ കോൾ സംസാരിച്ചപ്പോഴത്തേനും നീ ആ സ്ഥലം ശരിക്കും ശ്രദ്ധിച്ചതാണോ? ചേച്ചി, മിഥുൻ ഹോസ്പിറ്റലിൽ തന്നെയുള്ളത്. നമ്മൾ ആ ഹോസ്പിറ്റലിൽ പലതവണ പോയിട്ടുള്ളതല്ലേ. ആ ഹോസ്പിറ്റലിലെ പരിസരം കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ആരതി, നീ ഒന്നോട് ആലോചിച്ചിട്ട് തന്നെ പറയേ, മിഥുൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടെന്ന് നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണോ? അതെ ചേച്ചി, എനിക്ക് ഉറപ്പാണ്, മിഥുൻ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരിക്ക് ആകെ ആശങ്കയായി. അല്ല ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചേച്ചി ഇപ്പം പെട്ടെന്ന് എന്തിനാ മിഥുനെ വീഡിയോ കോളിൽ വിളിച്ച് സംസാരിക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടത് എന്ന് ചോദിച്ചു. അപ്പം ഗൗരി ഒന്നും മിണ്ടാതെ നിന്നോ. എന്തോ ഒരു കാര്യമുണ്ടല്ലോ. അല്ലെങ്കിൽ ചേച്ചി പെട്ടെന്ന് വീഡിയോ കോളിൽ വിളിച്ച് സംസാരിക്കാൻ ചേച്ചി എന്നോട് പറയില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി? ഇല്ല മോളെ, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. പിന്നെ പിന്നെ എന്തിനാ ചേച്ചി വിളിക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചോ. മോളെ, ചേച്ചിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ആ സംശയങ്ങളുടെ പേരിലാണ് അങ്ങനെ പറഞ്ഞത്. അത് വെറും സംശയങ്ങൾ മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതേക്കുറിച്ച് നിന്നോട് പറയുന്നതിന് മുൻപ് എൻ്റെ കയ്യിൽ വ്യക്തമായൊരു തെളിവ് വേണം. ആ തെളിവ് കിട്ടിയതിന് ശേഷം അതെന്താണെന്ന് ഞാൻ നിന്നോട് കാര്യങ്ങൾ വിശദമായിട്ട് നിന്നോട് പറയാം എന്ന് പറഞ്ഞു. ശരി മോളെ, എന്ന് ആട്ടെ എന്ന് പറഞ്ഞു ഫോൺ വെച്ചു കേട്ടോ. അപ്പോൾ ശങ്കറും അതുപോലെ തന്നെ ഗൗരി ഇങ്ങനെ നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.